ആദ്യത്തെ 3-4 ദിവസം സിനിമ റിലീസാവുന്നതിന് മുന്നേയും സിനിമ റിലീസായ അന്നും ദാസനും സൈജു ഒക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ആളുകൾ വരുമോ എന്നുള്ളൊരു നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു ടെൻഷനാണ്. അപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നൽ, അത് എൻ്റെ മാത്രം കേട്ടോ, എനിക്ക് എനിക്കറിയില്ല ആൾക്കാർ ഇത് ഏറ്റെടുക്കും 100% ഉറപ്പായിരുന്നു. കലാരഞ്ജിനി എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ, കാരണം ഉർവശി കൽപ്പന കലാരഞ്ജിനി ഫാമിലി എന്ന് വരുന്നതാണ്. ചേച്ചി ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഒത്തിരി ഹീറോയിൻ ആയിട്ട് പണ്ട് എനിക്ക് തോന്നുന്നു രതീഷേട്ടന്റെ ഒക്കെ ഹീറോയിൻ ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ കാലത്തെ ഹീറോയിൻ, അപ്പം എങ്ങനെ ഇവര് ജാടയായിരിക്കും നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി വിറ്റുപോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മതം. എല്ലാവരുടെയും മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ ഞാൻ പറയുവാണ്, പക്ഷെ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പലരും ഈ ദൈവത്തിനെ വെച്ചിട്ട്. അതേപോലെയാണ് ആശുപത്രികളും സ്കൂളുകളും ഒക്കെ. അപ്പൊ അത് നമ്മൾ തുറന്നു കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. വിശ്വാസമൊക്കെ നല്ലതാണ്, നമുക്ക് ദൈവത്തിനെ വിശ്വാസം. പക്ഷെ ഇത്രയും വഴിപാട് ചെയ്ത് ആളുകളുടെ തല തല്ലി പൊട്ടിച്ചും തീയിൽ ചവിട്ടിയും അതുപോലെ ശൂലം കുത്തിയും മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. ഞാനും അതിനൊക്കെ എതിരാട്ടോ. ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ ചിന്തിക്കും, ഞാൻ ചിന്തിക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ കുറെ 10-100 സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ 1-2 സിനിമകൾ നല്ലത് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല 3 സിനിമകൾ എങ്കിലും, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ, നല്ല എല്ലാ സിനിമകളും നല്ലതാ. ആളുകൾ എന്നോട് പറയുന്നത് ദിവ്യ ഈ 3 സിനിമയിലും നന്നായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന സിനിമയിൽ ഒരു പ്രധാന വേഷം ചെയ്ത ദിവ്യ എം നായരാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ. നല്ലൊരു സിനിമ. ഞാൻ ശരിക്കും പറഞ്ഞ തിയേറ്ററിൽ പോയി സിനിമ കണ്ടപ്പോൾ ഉണ്ടല്ലോ, അതായത് ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ആ തിയേറ്ററിൽ മൊത്തം കേട്ടോ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ സിനിമയുടെ ഒരു വലിയൊരു വിജയത്തിന്റെ ഒരു ശേഷം ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു മൊമെന്റിൽ? സന്തോഷം എന്നല്ലാതെ എന്താ പറയാ, ഭയങ്കര സന്തോഷം. നമ്മള് ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങള് ആർട്ടിസ്റ്റുകൾ, എസ്പെഷ്യലി ഞാനും ശ്രുതിയുമാണ് കൂടുതൽ സമയം ഒരുമിച്ച്, ഞാനും ശ്രുതിയും കലച്ചേച്ചിയും. അപ്പൊ ഞങ്ങൾ 3 പേരും പരസ്പരം എപ്പോഴും പറയും, എനിക്കിത് കാണാണ്ട് വയ്യ, എത്രയും പെട്ടെന്നൊന്ന് കണ്ടാൽ മതി. നമ്മൾ ഓരോ സീൻ കഴിയുമ്പോഴും ഞങ്ങൾ പറയാം, സ്വാതിയും എല്ലാവരും ഒരുമിച്ചാണ്. അപ്പൊ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും ഓരോ കാര്യങ്ങൾ. അപ്പൊ ഇങ്ങനെ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് റിലീസായി കണ്ടാൽ മതി എന്നുള്ളൊരു കൊതിയായിരുന്നു. അത് കഴിഞ്ഞ് മൊത്തം ഡബിങ് എല്ലാം കഴിഞ്ഞ് സിനിമ എല്ലാം കഴിഞ്ഞപ്പോൾ സൈജു ഭയങ്കര കോൺഫിഡൻസ് ഓടുകൂടി ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ പടം ഗംഭീരമുണ്ട് കേട്ടോ. സൈജു എപ്പോൾ കണ്ടാലും പറഞ്ഞു, ദിവ്യ അടിപൊളിയുണ്ട് കേട്ടോ പടം. അപ്പം സൈജുവിന്റെ ആ കോൺഫിഡൻസ്, പിന്നെ നമുക്കറിയാം സ്ക്രിപ്റ്റ് അത്രയും സ്ട്രോങ് ആണ്. പിന്നെ കൃഷ്ണദാസ് മുരളി ആണ് നമ്മുടെ ഡയറക്ടർ. ദാസിന്റെ ഒരു എഴുത്ത് നമുക്ക് ഭരതനാട്യത്തിലെ അറിയായിരുന്നു, സീൻ ബൈ സീൻ എന്താ വേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഡയറക്ടർ. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് റിലീസിന്റെ ഒരാഴ്ച മുന്നേ ഞാനും സ്വാതിയും ശ്രുതിയും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കില്ല, എന്താ ദിവസം പോവാത്തെ. കാരണം നമ്മൾ അത്ര എക്സൈറ്റഡ് ആയിരുന്നു. റിലീസായി, ആളുകൾ ഇത് ഏറ്റെടുത്തു. കണ്ട ആൾക്കാരെ ഒരാൾ പോലും നെഗറ്റീവ് പറയുന്നില്ല ഒന്നിലും. കാരണം ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുതൽ എല്ലാം, ഡയലോഗ്, സ്ക്രിപ്റ്റ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഗംഭീരമാണ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ എനിക്കിത് പ്രത്യേകിച്ചും സന്തോഷമുള്ളതെന്ന് വെച്ചാൽ, ഞാനൊരു ത്രൂ ഔട്ട് ചെയ്യുന്ന കുറേ സിനിമകൾ ത്രൂ ഔട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിൽ ആളുകൾ ശ്രദ്ധിച്ചതിൽ വളരെ കുറച്ച് സിനിമകളേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സിനിമയാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും. അതിലൊരു സീക്വൽ എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ്. സീക്വൽ ഇതുവരെ എനിക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. അപ്പം ഒരു പാർട്ടിന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ അത് പിന്നെ ഒരു സൂപ്പർ ഹിറ്റ് ആണ് എൻ്റെ ജീവിതത്തില്. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അതിന് എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയ സമയത്ത് ഒരു സൈജു ചേട്ടൻ ഒരു ഇമോഷണലി ശരിക്കും കരഞ്ഞു പോയൊരു ഇതൊക്കെ കണ്ടിരുന്നു നമ്മൾ. അതായത് അത്രയും ആളുകൾക്ക് ഇത്രയും ഏറ്റെടുക്കുക ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഇപ്പൊ വാഴ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഭരതനാട്യം എന്ന് പറഞ്ഞാൽ തിയേറ്ററിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ ആ സിനിമ. പക്ഷെ തിയേറ്ററിൽ അത്ര ഒരു എല്ലാവർക്കും അധികം അങ്ങനെ ആളുകൾ കണ്ടില്ല എന്നുള്ളത്. കണ്ടിരുന്നെങ്കിൽ ചിലപ്പോ ഇത് ഇഷ്ടപ്പെട്ടേനെ. പക്ഷെ OTT വന്ന സമയത്ത് നല്ല പ്രേക്ഷക പ്രശംസ കിട്ടിയിരുന്നു. അപ്പൊ വിചാരിച്ചിരുന്നു രണ്ടാമത് ഇറങ്ങുന്ന സമയത്ത് എത്രത്തോളം വിജയമായി തീരുന്നു? അല്ല, ഈ സിനിമ വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. കാരണം ദാസൻ കഥ വന്ന് വീട്ടിൽ വന്ന് പറയുമ്പോഴേ നമുക്കറിയായിരുന്നു ഈ പടം. കാരണം ഡയറക്ടർക്ക് കൃത്യമായിട്ടൊരു കാഴ്ചപ്പാടുണ്ട് സിനിമയെ പറ്റി. അത് പുള്ളി നമ്മളോട് സിനിമ പറയുമ്പോൾ തന്നെ, വിഷ്ണു കോ-റൈറ്റർ ഉണ്ട്, വിഷ്ണു എന്ന് പറഞ്ഞിട്ട്, വിഷ്ണുവും ദാസനും കൂടെ ആ കഥ പറയുന്നത്. അപ്പൊ തന്നെ നമുക്കറിയായിരുന്നു ഇതൊരു വേറൊരു പരിപാടിയാണ്, ഡാർക്ക് ഹ്യൂമറാണ്, പരിപാടി ഗംഭീരമായിരിക്കും എന്ന് നമുക്കറിയായിരുന്നു. ഭരതനാട്യം പക്ഷെ തിയേറ്ററിലെ ആളുകൾ കണ്ടിരുന്നില്ല. അതൊരു ഫീൽ ഗുഡ്, ഒരു ഫാമിലി ഒരു പടമാണല്ലോ. അത് OTT വൻ ഹിറ്റ് ആയതുകൊണ്ട് തന്നെ, അപ്പൊ ഭരതനാട്യം OTT കണ്ടവർ ഡെഫിനറ്റ്ലി മോഹിനിയാട്ടം തിയേറ്ററിൽ വന്ന് കാണാൻ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു.
ദാസന് ആദ്യത്തെ 3-4 ദിവസം സിനിമ റിലീസ് ആവുന്നതിന് മുന്നേയും സിനിമ റിലീസായ അന്നും ദാസന് സൈജു ഒക്കെ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ആളുകൾ വരുമോ എന്നുള്ളൊരു നമുക്ക് എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു ടെൻഷനാണ്. ഉണ്ടായിരിക്കും. അപ്പോഴും എൻ്റെ മനസ്സിലൊരു തോന്നൽ, അത് എൻ്റെ മാത്രം കേട്ടോ, എനിക്കറിയില്ല ആൾക്കാർ ഇത് ഏറ്റെടുക്കുന്നു 100% ഉറപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള മറ്റു ആർട്ടിസ്റ്റുകൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നമ്മൾ മറ്റേ ഡയറക്ടറെയും പ്രൊഡ്യൂസറെയും സംബന്ധിച്ച് വേറെ കാഴ്ചപ്പാടാണല്ലോ അവർക്ക്. നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ അവര്. സിനിമ എന്ന് പറയുമ്പം ഡയറക്ടറുടെ കുഞ്ഞാണ്, പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു ടെൻഷൻ അവർക്ക് വേറെ കൈൻഡ് ഓഫ് ടെൻഷനാണ്. എനിക്ക് എന്തോ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, അതെന്തായാലും സത്യമായി വന്നു. അതെ, എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിലൊരു കൊലപാതകം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്തോ സത്യം പറഞ്ഞാൽ നമ്മൾ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു കൊലപാതകം ചെയ്താൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല നിൽക്കുക. എല്ലാവരും ഭയങ്കര ടെൻഷനില്ല. നിങ്ങൾ ആ കത്തി പിടിച്ച് നിൽക്കുന്നതും അല്ലെങ്കിൽ ലാസ്റ്റ് ആ വെട്ടി നോക്കുന്നതൊക്കെ കാണുമ്പോണ്ടല്ലോ, ശരിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമഡി ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ആക്ച്വലി നമ്മൾ ഇതിൽ തന്നെ നമ്മുടെ പോസ്റ്റേഴ്സിലൊക്കെ തന്നെ പറയുന്നുണ്ട്, നോ ലോജിക് ഓൺലി ഫൺ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. ലോജിക്ക് നോക്കിയിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക്, കാരണം ഒരിക്കലും ഒരു കൊലപാതകം ചെയ്തൊരു സാധാരണ ഫാമിലി ഇത്ര ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കൊന്ന് സെക്കൻഡ് ഷോട്ട് കാണിക്കണ വെച്ചാല് നന്ദുചേട്ടൻ ഇത് ഭക്ഷണം കഴിക്കണതാ വീട്ടിലേക്ക് പോവാൻ. നമ്മള് ഔട്ടാണ് കംപ്ലീറ്റ്ലി. പക്ഷെ നമ്മുടെ ദൈനംദിന ജീവിത പരിപാടികൾ ചെയ്യുന്നു. സൈജു വരുന്നു, നമ്മൾ ഭക്ഷണം വിളമ്പുന്നു, അമ്മ ചായക്ക് വരാൻ ടാങ്കാ കൊടുക്കുന്നു, പക്ഷെ ചായ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മളത് കോമഡി ആയിട്ടല്ല ചെയ്തത്. നമുക്കൊരു സാധനം തരുന്നു, നമ്മൾ എന്താണോ ചെയ്യാൻ നമുക്ക് തന്ന സീൻ നമ്മളത് ചെയ്യുന്നത്. കോമഡി കാണുന്നവർക്ക് തോന്നുന്നതാണ് കോമഡി ആയിട്ട്. അതെ, അതില് കലച്ചേച്ചി നിങ്ങൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഒരു തേങ്ങ പിടിച്ചു സീനുണ്ട്. അല്ല, അതില് മോഹിനീശ്വരി ദേവി അങ്ങനെയാണല്ലോ, കയ്യില് ഏതാണ്ടൊക്കെ പിടിച്ചല്ലേ നിൽക്കുന്നത്. ഇത് ആക്ച്വലി ഷൂട്ട് ചെയ്തപ്പം ഞങ്ങൾ റിഹേഴ്സൽ ടൈമില് നമ്മുടെ സിനിമയുടെ വേറൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരേപോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, നോക്കുന്ന ഒരുമിച്ച്. അത് ഭരതനാട്യത്തിലും അങ്ങനെ. അതേപോലെ ആരെങ്കിലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് വീടിന്റെ ഉമ്മർത്ത് വന്ന് നിൽക്കുന്നത്. ഇങ്ങനെ സീനിലും നിൽക്കുന്നുണ്ട് എല്ലാവരും. അത് അങ്ങനെയാണ് ദാസൻ നമ്മുടെ ഫാമിലിയെ വെച്ചിരിക്കുന്നത്. അത് ഭരതനാട്യം മുതലേ അങ്ങനെ തന്നെയാ. അപ്പൊ ഞങ്ങളെല്ലാവരും ഒരേപോലെ തിരിഞ്ഞു നോക്കുമ്പോ റിഹേഴ്സൽ ടൈമില് ഞങ്ങൾക്കറിയില്ല ചേച്ചി എങ്ങനെയാ നിൽക്കുന്നത്, ചേച്ചി തന്നെ നിന്നതാ ഇങ്ങനെ. ഞങ്ങൾക്ക് അപ്പൊ റിഹേഴ്സലിന്റെ സമയത്ത് അപ്പൊ അതാണ് നമുക്ക് തന്നെ ചിരി വരുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ആളുകൾക്ക് ഇത് കാണുമ്പോ ചിരി വരും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞു ഇപ്പൊ ഒരു ഒത്തൊരുമ എന്ന് പറയല്ലോ, അല്ലെങ്കിൽ അതും കൂടി ഒരു സിനിമയുടെ ഒരു ഭാഗം. ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു ഒത്തൊരുമ വേണം, ഒരു സംഭവം വരുമ്പോ എല്ലാവരും ഒത്ത് നിക്കണം എന്നുള്ളൊരു മെസ്സേജ് കൂടി കൊടുക്കുന്നില്ലേ സിനിമ? തീർച്ചയായിട്ടും. അതാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു, അതായത് ഭരതനാട്യം മോഹിനിയാട്ടം ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് കട്ടയ്ക്കൊന്നും ചെയ്യിക്കും. പിന്നെ ഇവിടെ പിന്നെ നമുക്ക് സുഭാഷിന്റെ ഹെൽപ്പും കൂടെ വേണ്ടി വന്നതുകൊണ്ടാണ് സുഭാഷിനെ നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളെ അകത്തേക്ക് വിളിച്ചത്. ബാക്കി എല്ലാവരും ഇപ്പം ഇത് കണ്ടപ്പോൾ ഉടനെ തന്നെ സൈജു വന്നു കഴിയുമ്പോഴാണ്, പരിപാടിയെല്ലാം നടന്നിട്ടാണല്ലോ സൈജുവിന്റെ, അതായത് ശശിയേട്ടന്റെ എൻട്രി. ശശി വരുമ്പം അയാള് നമ്മളെ ദേഷ്യപ്പെടുകയല്ല, നിങ്ങൾ എന്താ ചെയ്തു വെച്ചാൽ ഞാനെങ്ങും ഇല്ലാന്ന് പറഞ്ഞ് ഒളിച്ചോടുകയല്ല. പുള്ളി ഇത് ഏറ്റെടുത്ത് പുള്ളി ഇത് ഈ സംഭവത്തെ എങ്ങനെയെങ്കിലും ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് നോക്കുന്നത്, നമ്മൾ ഊരി പോരാൻ വേണ്ടി. അത് ശരിക്കും ഭയങ്കരമായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ ഇടയിൽ തന്നെ ഒരു ദൃശ്യത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ട്, അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. അപ്പൊ ഈ സിനിമ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കമന്റ് സെക്ഷനിലൊക്കെ അങ്ങനെ വന്നിരുന്നു, ദൃശ്യം സ്പൂഫ് ആണോ അങ്ങനത്തെ രീതിയിലൊക്കെ അതങ്ങനെ പറഞ്ഞിരുന്നോ? ഇല്ല, ദൃശ്യം അതൊക്കെ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു. അത് ദൃശ്യത്തിന്റെ യാതൊന്നും ഇല്ലല്ലോ നമ്മുടെ സിനിമയില്. പക്ഷെ ആളുകൾക്ക് അത് ഇയാളോട്, അതായത് വക്കീലിനോട് സംസാരിക്കുമ്പം എന്തെങ്കിലും പറയണമല്ലോ, അപ്പം പക്ഷെ ദൃശ്യത്തിന്റെ പോലെ തന്നെയാണ്, അതിഥി വരുന്നു, ഗൃഹനാഥൻ ഇല്ലാത്ത സമയത്ത് വരുന്നു, അപ്പൊ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണല്ലോ, അതായത് ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അത് നമ്മൾ ഒരിക്കലും അതിനായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിന് ഇത്രയും ആളുകൾക്ക് ചിരിക്കാവുന്ന ഒരു തരത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ത്രെഡ് വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കാര്യം തന്നെ. അല്ല, അത് സത്യത്തില് ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ദൃശ്യത്തിന്റെ പോലെ, പക്ഷെ ദൃശ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മുടെ. ഇല്ല. അതുപോലെ തന്നെ സുരാജേട്ടന്റെ പെർഫോമൻസ് കേട്ടോ. അപ്പൊ അതായത് ആ ഒരു ഡെഡ് ബോഡി ആയിട്ടൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സെറ്റിലെ ഒരു ലൊക്കേഷനൊക്കെ? സുരാജേട്ടൻ ഭയങ്കര എന്താ പറയാ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണ് സുരാജേട്ടൻ. നല്ല എനർജിയുമാണ്. പിന്നെ പുള്ളിയുടെ അഭിനയത്തെ പറ്റി ഞാൻ പറയാൻ ആളല്ല, പുള്ളി അത്രയും ഗംഭീര ആർട്ടിസ്റ്റ് ആണ്. നമ്മളൊക്കെ നിസ്സാരക്കാര് നമ്മൾ അദ്ദേഹത്തിന്റെ അഭിനയത്തെ ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു ക്ലീഷയായി പോവും.
സുരാജേട്ടന്റെ ഒരു ക്വാളിറ്റി എന്താ വെച്ചാൽ നമ്മളെ ഒപ്പം നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്കും കൂടെ ഒരുപാട് സപ്പോർട്ട് ചെയ്യും. ലൈക്ക് ഇങ്ങനെ ചെയ്തോളൂ, ഞാൻ ഇങ്ങനെ ചെയ്യാം, അപ്പൊ നിങ്ങൾ അങ്ങനെ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അതാ വേണ്ടത്. നമ്മൾ ഒരുമിച്ച് ഒരു സീൻ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവരും ഒരു ഗിവ് ആൻഡ് ടേക്ക് പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യാം. സുരാജേട്ടൻ ഈ പറഞ്ഞ കുറച്ച് ദിവസമല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾക്കൊക്കെ സുരാജേട്ടന്റെ കൂടെയുള്ള കോമ്പിനേഷൻ വീട്ടിൽ വരുന്നതും ബഹളം വെക്കുന്നതും സ്ട്രഗിള് കഴിഞ്ഞ് ആ പരിപാടിയിലൊക്കെയാണ് കൂടുതലും കോമ്പിനേഷൻ ഉള്ളത്. അപ്പൊ ഭയങ്കര നമ്മൾ ഒരുമിച്ച് ഭയങ്കര രസമായിട്ടാണ് മുഴുവൻ ചെയ്തത്. ആ സീനൊക്കെ എങ്ങനെയാന്ന് ഷൂട്ട് ചെയ്തത്? കഴുത്ത് തിരിക്കുന്നു, നിങ്ങൾ പിടിച്ച് വലിക്കുന്നു, അവിടുന്ന് കടിക്കുന്നു. നമ്മളത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഷൂട്ട് ചെയ്തത്, കുറെ ദിവസം എടുത്തു ഷൂട്ട് ചെയ്യാൻ. കാരണം നമ്മള് വീട്ടില് ഇദ്ദേഹം വന്നു കഴിഞ്ഞിട്ട് അത് ഓരോ എന്താ പറയാ ഓരോ പരിപാടിയായിട്ടാണല്ലോ വരുന്നു, വന്ന ബഹളം ഉണ്ടാക്കുന്നതിന് മുന്നേ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞത് ബഹളത്തിലേക്ക് പോകുന്നു, പിന്നെ അത് സ്ട്രഗിളിലേക്ക് പോകുന്നു, പിന്നെയാണ് നമ്മൾ കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നത്. കിച്ചണിൽ വെച്ചിട്ടാണ് ബാക്കി പരിപാടി. അപ്പം ഇത് കുറച്ച് അധികം ദിവസം ഷൂട്ട് ചെയ്തു, 2-3 ദിവസം ഷൂട്ട് ചെയ്തു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എത്ര ദിവസമാണ്, എന്തായാലും 3 ദിവസം 4 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങള് ചിരിക്കുവാണ്. ചേച്ചിയുടെ റിയാക്ഷൻ ആണല്ലോ ഏറ്റവും കൂടുതൽ. കലച്ചേച്ചിയുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ കണ്ട എനിക്ക്, പക്ഷെ ഞാൻ താഴെ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് ലുക്ക് കിട്ടില്ല. ശ്രുതിക്ക് ഭയങ്കര പാടായിരുന്നു. അത് ശ്രുതിയോട് തന്നെ ചോദിച്ചറിയാം. കാരണം ഓരോ ഇത് കഴിഞ്ഞ് ചേച്ചിയെ നോക്കുമ്പോ ചേച്ചിയുടെ നമ്മൾ സീരിയസ് ആയിട്ട് നിൽക്കേണ്ട സംഭവമല്ലേ, ചേച്ചിയുടെ മുഖം കണ്ടാൽ നമുക്ക് ചിരി വരും. അങ്ങനെ നമ്മൾ നല്ല എൻജോയ് ചെയ്ത് തന്നെ മൊത്തം സിനിമ. തിയേറ്ററിൽ അല്ലെങ്കിൽ സിനിമ നമുക്ക് കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഒരു കെമിസ്ട്രി. ശരിക്കും ഈ സിനിമ കഴിഞ്ഞറിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫാമിലിന്ന് പോകുന്ന ഒരു ഫീൽ, അല്ലെങ്കിൽ മിസ്സാവുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെ ഭരതനാട്യം ചെയ്തപ്പോഴാണ് നമ്മൾ ഒരുമിച്ച്. അപ്പൊ അന്നാണ് ഞാനും ശ്രുതിയും ഭരതനാട്യത്തിന്റെ ദിവസം ആദ്യം ഞാൻ സെറ്റ് ചെല്ലുമ്പം കാരവനിൽ വെച്ചാന്ന് തോന്നുന്നു ഞാൻ ശ്രുതിയെ മീറ്റ് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഞങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഓക്കെ ആയി. അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടും പെട്ടെന്ന് ചെല്ലാവുന്ന ഒരാളല്ല, പക്ഷെ ശ്രുതിയായിട്ട് പെട്ടെന്ന് അടുത്തു. ശ്രുതിയുടെ ഒരു കഴിവാട്ടോ, അവള് ഭയങ്കര എന്താ പറയാ, സംസാരിക്കാനും ആളുകളെ എന്റർടൈൻ ചെയ്യാനൊക്കെ ഭയങ്കര നല്ല മിടിക്കുക. അതിന് അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കലാരഞ്ജിനി എങ്ങനെയാണ് നമുക്കറിയില്ലല്ലോ. കാരണം ഉർവശി കൽപ്പന കലാരഞ്ജിനി ഫാമിലി എന്ന് വരുന്നതാണ്. ചേച്ചി ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റ് ആണ്, ഒത്തിരി ഹീറോയിൻ ആയിട്ട് പണ്ട് എനിക്ക് തോന്നുന്നു രതീഷേട്ടന്റെ ഒക്കെ ഹീറോയിൻ ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം പഴയ കാലത്തെ ഹീറോയിൻ. അപ്പം എങ്ങനെ ഇവര് ജാടയായിരിക്കും നമുക്കറിയില്ല. അങ്ങനെ ആയ സിനിമ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ജാടയുള്ള ഒരാളുടെ കൂടെ നമ്മൾ ത്രൂ ഔട്ട് വേഷം ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി വരുന്നു, ഞങ്ങള് ഇരിക്കുന്നു, ചേച്ചി വന്നു, അപ്പൊ തന്നെ മക്കളേന്ന് വിളിച്ചോണ്ട് ചേച്ചി വരുന്നത്. അയ്യോ ഇത്രയും സ്വീറ്റ് ആയിട്ടുള്ള ഒരു ലേഡി, എന്റെ പൊന്നു, ഭയങ്കര സ്വീറ്റാ ചേച്ചി. ചേച്ചി പിന്നെ ഞങ്ങളെ കാരവനിൽ വിടാൻ സമ്മതിക്കില്ല. നമ്മളിപ്പോ ഒരു ഷോട്ട് നമ്മുടെ സീൻ കഴിഞ്ഞാൽ നമ്മള് ചേച്ചി ഇനി കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചേച്ചി റെസ്റ്റ് എടുത്തോന്ന് നമ്മുടെ AD-മാരെങ്കിലും വന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ വാനിൽ പോവും. ചേച്ചി വിടില്ല. ചേച്ചി പറയും ഇവിടെ ഇരുന്നാൽ മതി നമുക്ക് എല്ലാവരും കൂടെ. അങ്ങനെ നമുക്ക് അങ്ങനെ പിന്നെ പോവാൻ തോന്നാണ്ടായി. നമ്മളൊരു ഫാമിലി ആയിട്ട് അവിടെ ഇരുന്ന് വർത്താനം പറയലായി, എല്ലാവരോടും ഒരുമിച്ച് ഭക്ഷണം കഴിക്കലായി. അത് തന്നെ. അപ്പം ഭരതനാട്യം കഴിഞ്ഞ് പോയല്ലോ ഞങ്ങൾ. അപ്പം നമുക്ക് ഭയങ്കര വിഷമമായിരുന്നു. അത് കഴിഞ്ഞപ്പോ സീക്വൽ ഉണ്ടെന്നും പറഞ്ഞ് ദാസം വിളിക്കുമ്പോൾ എന്റെ മനസ്സിൽ തോന്നിയത്, നമ്മൾ ജോയിൻ ചെയ്ത അന്ന് ഞാൻ അവരോട് പറഞ്ഞതെന്ന് വെച്ചാൽ, കുറെ നാള് നമ്മൾ ഏതോ ഗൾഫിലോ അല്ലെങ്കിൽ വേറെ ഏതോ രാജ്യത്ത് പോയി ജോലിക്ക് പോണ ആൾക്കാര് തിരിച്ച് നാട്ടിൽ വരുമല്ലോ, അപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ. മോഹിനിയാട്ടത്തിന്റെ കോള് വന്നപ്പോ എനിക്ക് അതായിരുന്നു, വീണ്ടും എന്റെ ഫാമിലിയുടെ ഒപ്പം പോവാം എന്നുള്ളൊരു സാധനം. അത് തന്നെയാണ് ആ സിനിമയുടെ വിജയവും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എല്ലാവരും അതേപോലെ ഒരു ഫാമിലി ആയിട്ട് തന്നെയായിരുന്നു നമ്മൾ. ഇപ്പോഴും അതേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പം 10-45 സിനിമ ചെയ്തു, ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ. ഇത്രയും സിനിമ ചെയ്തിട്ടും ഇങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഇത്രയും ഇന്റിമസി എനിക്ക് ആൾക്കാരോട് തോന്നുന്നത് ഇതിലാണ്. അത് നമുക്ക് ശരിക്കും അത് ഈ ചേച്ചി പറഞ്ഞ പോലെ തന്നെ നമുക്കും ആ ഒരു ഫാമിലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തിയേറ്ററിൽ ആ സിനിമ കാണുമ്പോൾ. സാധാരണ നമ്മളൊരു സിനിമയിൽ ഒരു നായകൻ നായിക അല്ലെങ്കിൽ കുറച്ച് കോ ആർട്ടിസ്റ്റുകൾ ഉണ്ടാവും, പക്ഷെ ഇതിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തുല്യ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അല്ല ആ റൈറ്റിങ്ങിലായാലും ഡയറക്ഷനിലായാലും. അപ്പൊ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു കെമിസ്ട്രി ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷനിൽ? ഇത് എൻ്റെ അടുത്ത് സിനിമ കണ്ടിട്ട് ഒരു ഡയറക്ടർ റൈറ്റർ ആയിട്ടുള്ളൊരു ആള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, പരിപാടി കണ്ടു, സിനിമ കണ്ടു, അടിപൊളിയായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഒരു റൈറ്റർക്ക് ഇങ്ങനെ എഴുതാൻ പറ്റണേ? എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ്. അത് 1-2 പേരല്ലല്ലോ, ഇത്രയും ആൾക്കാരില്ലേ, എല്ലാവർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എങ്ങനെയാണ് ഒരു റൈറ്റർ? അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞിരുന്നു. ശരിക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ഒരാളുടെ ഈഗോ ഹേർട്ട് ചെയ്യാതെ, ഒരാളെ മാറ്റി നിർത്താതെ ഒരേപോലെ കൊണ്ടുപോവാന്ന് പറയണത് ഒരു ഡയറക്ടറുടെ
കഴിവ് തന്നെയാണ്. അത് കൃഷ്ണദാസ് മുരളി എന്ന് പറഞ്ഞ ആൾക്ക് തന്നെയാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത്. അത് ഭരതനാട്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതായത് ആദ്യം തൊട്ട് അവസാനം സിനിമ അവസാനിക്കുന്നവരെ നിങ്ങൾ ആ ഒരു കുളത്തിന്റെ അവിടെ നിന്ന് കയറി വരുന്നത്, അല്ലെങ്കിൽ ആ എൻഡിങ് വരെയും നിങ്ങൾ എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ട്. അല്ല, ദാസന് എല്ലാത്തിലും ഇപ്പൊ ഒരു സീനിൽ നമുക്കൊരു ഡയലോഗ് കുറവാ അപ്പൊ എഴുതി വരുമ്പോഴേ അപ്പം നമ്മൾ വായിക്കുമല്ലോ, അപ്പം അയ്യോ ഇതില് ഇന്നയാൾക്ക് ഇല്ലല്ലേ, എന്നാ ഇത് ഇന്നാള് പറഞ്ഞു, രണ്ടെണ്ണം ഇയാൾ പറയുന്നുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം അങ്ങനെ കൊടുക്കുന്ന ഒരു ഡയറക്ടറാ. കാരണം ഒരാളെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ എല്ലാവരെയും ഒരേപോലെ ആവണമെന്ന് നിർബന്ധമുള്ള ഒരു റൈറ്റർ കം ഡയറക്ടറാ. അതിന്റെ ഒരു ഗുണം മൊത്തം സെറ്റിൽ. അതുകൊണ്ട് തന്നെ അവിടെ ഒരു എനിക്ക് തോന്നുന്നില്ല ആർക്കും പരസ്പരം ഈഗോ ക്ലാഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നു എന്നും. അത് നമ്മുടെ പടത്തിന് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അത് തന്നെയാണ് സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. ആർക്കും ഒരു ഈഗോ, ഡയറക്ടർക്കും ഇല്ല ഈഗോ, അല്ലെങ്കിൽ അതിലെ ആർട്ടിസ്റ്റുകൾ. ഡയറക്ടറുടെ ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാല് എപ്പോഴും വന്ന് അത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറയില്ല. പുള്ളി മോണിറ്ററിന്റെ പുറകിൽ ഇരിക്കലേ ഉള്ളൂ. എന്തെങ്കിലും പുള്ളി വിചാരിക്കുന്നതിലേക്ക് എത്തിയില്ലെങ്കിൽ മാത്രം ആള് വരും. അല്ലെങ്കിൽ നമ്മുടെ അസോസിയേറ്റ് ഉണ്ട് സാംസൺ വന്ന് പറയും ചേച്ചി ഇതാ അല്ലെ ചേട്ടാ ഇന്ന പോലെ ഇന്നതാണ് എന്ന് പറയുന്നത് സാംസണാ. നമ്മള് ദാസിന് കറക്റ്റ് അറിയാം എന്താ വേണ്ടത്. അത് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ദാസൻ അവിടെ നിന്ന് എഴുതുന്നത്. അപ്പൊ ഞങ്ങൾ പറയും പുലി ഇറങ്ങുന്നുണ്ട്, നമ്മൾ ചെയ്തത് എന്തോ ശരിയായിട്ടില്ല. ദാസൻ അവിടെ നിന്ന് മോണിറ്ററിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോഴേ ചേച്ചി ആട്ടോ ഇതിന്റെ ആള് ചേച്ചി പറയും പുലി വരുന്നുണ്ട് എന്ന് പറയും. അപ്പൊ കറക്റ്റാ. എന്തെങ്കിലും നമ്മൾ ചെയ്തത് ചിലപ്പോ ഒന്ന് കൂട്ടി ചെയ്യണം അല്ലെങ്കിൽ കുറച്ച് ചെയ്യണം, അങ്ങനെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതി ചെയ്യണം. അത് അത്രയും കൂടുതലായിട്ട് ചെയ്യേണ്ട അത് കറക്റ്റ് വിഷൻ ഉള്ള ഒരാളാണ്. അത് ശരിക്കും എനിക്ക് തോന്നുന്നു പുള്ളി ആദ്യത്തെ ഭരതനാട്യത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലങ്ങനെ അഭിനയിക്കാൻ ആർട്ടിസ്റ്റാണ് ദാസൻ. ഇതിന് മുമ്പേ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗംഭീര നടനാ. അതുകൊണ്ടാണ് പുള്ളിക്ക് ഒരു ആർട്ടിസ്റ്റിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്ന് അറിയാവുന്നത് എനിക്ക് തോന്നുന്നു. ആക്ടർ ഡയറക്ടർ കൂടി ആയതുകൊണ്ട്. അപ്പൊ ഈ സിനിമയിൽ വന്ന സമയത്തൊന്നും അങ്ങനെ ഒരു കാസ്റ്റിംഗ് ഒന്നും വന്നില്ല അല്ലെ? ഞാൻ അഭിനയിക്കാന്നൊന്നും വിചാരിച്ചില്ല അല്ലെ? സെക്കൻഡില് ദാസന് അവസരമില്ല. ദാസൻ എഴുതിയെടുത്തൊരു ദാസന് അവസരമില്ല. പക്ഷെ മറ്റേ സുഭാഷ് വന്നായിരുന്നു. അതെ. പക്ഷെ സുഭാഷിന്റെ ക്യാരക്ടറിന് വരാം. കാരണം സുഭാഷ് അങ്ങനെ ഒരു ക്രീപ്പി സാധനമാണല്ലോ ആ കുത്തിത്തിരിപ്പ്. ദാസന്റെ ക്യാരക്ടറിന് വരാനായിട്ടുള്ള ഒരു സാഹചര്യം ഇല്ല. അല്ല, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോ പോയിന്റ് ആയിട്ട് ശ്രദ്ധിക്കായിരുന്നു. ആ ഒരു പേര്, അതായത് രണ്ടാളുകൾ കുത്തിത്തിരിപ്പ്, സുഭാഷ് തന്നെ കറക്റ്റ് പേര് ഇട്ടതായിരിക്കുള്ളൂ. കാരണം അതാണല്ലോ പറയുന്നത്. നന്ദുചേട്ടൻ വന്ന് പറയുന്ന ഒരു സീനുണ്ട്, ഇവൻ വന്നിട്ട് സാറ്റ് കളിക്കാൻ ഇനി ഞാനും കൂടാന്ന് പറഞ്ഞിട്ട് പോണ സാധനത്തില് നന്ദുചേട്ടന്റെ ക്യാരക്ടർ വന്നിട്ട് നമ്മളോട് എന്റെ അടുത്ത് പറയുന്നുണ്ട് അവന്റെ പേരെന്താന്നറിയോ, സുഭാഷ്. അപ്പൊ ഞാൻ ചോദിച്ചു അതിനെന്താ സുഭാഷ് എന്ന പേര്? അതെനിക്ക് തോന്നുന്നു ആദ്യത്തെ ഭരതനാട്യത്തിൽ ചേച്ചി തന്നെ പറയുന്നുണ്ട് ആരാ ഇവിടുന്ന് കണ്ടുപോയെന്നറിയോ, സുഭാഷാണെന്ന് പറയുന്നുണ്ട്. നമ്മളതില് ഭരതനാട്യത്തിൽ പറയുന്നുണ്ട് സുഭാഷ് കണ്ടാ പണിയാ. അവൻ വന്ന് വീട്ടിൽ ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ടല്ലോ എന്താ സംഭവം എന്നറിയാൻ. അല്ല, ചേച്ചിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നിയെന്നറിയോ, കറക്റ്റായിട്ട് നമ്മളൊരു കുടുംബത്തിലുണ്ടല്ലോ, അതായത് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. അതായത് ചേച്ചിയുടെ നന്ദുചേട്ടന്റെ ക്യാരക്ടർ എടുത്ത് പറയേണ്ട ഒരു കാര്യമാട്ടോ. നന്ദുചേട്ടൻ പറയുന്നുണ്ട് കാക്കൊല്ല പരീക്ഷയാണ് പോണെന്ന് പറയുമ്പോഴും, അല്ല ഇതൊക്കെ പറയുമ്പോഴും ചേച്ചി പറയുന്നുണ്ട് കുടുംബത്തിന്റെ കൂടെ നിക്കണം എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു സ്ത്രീ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അതാണ് എന്റെ ക്യാരക്ടറിനോട് എനിക്ക് തോന്നിയൊരു ഭയങ്കര ഇഷ്ടം. കാരണം ഭരതനാട്യത്തിലും അങ്ങനെ തന്നെയാണ്. കാരണം കുടുംബത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്. നമ്മള് എന്തുണ്ടെങ്കിലും എന്റെ ഫാമിലിയെ ഞാൻ വിട്ടുകളയില്ല. ആ ഒരു അതാണല്ലോ ഈ അമ്മയ്ക്ക് അച്ഛന് രണ്ടാമതൊരു ഭാര്യയും മോനും ഉണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണ്. നമ്മുടെ കുടുംബത്തിന് പേര് ദോഷം ഉണ്ടാവും. അതാണ് എന്റെ പ്രശ്നം. അച്ഛന് വേറെ എന്തുണ്ടെങ്കിലും ഇവിടേക്ക് അവര് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട്, അതാണ് നമുക്കൊരു ടെൻഷൻ. ഇവര് വന്ന എങ്ങനെ. പിന്നെ അവസാനം ലാസ്റ്റ് സീനുണ്ട്, ഇവരോട് എനിക്ക് ഇഷ്ടം തോന്നുമ്പോ ഞാനാണ് പറയുന്നത് വാടാ ഭക്ഷണം കഴിക്കാന്ന് പറയുന്നതും, അമ്മ മേളിയിരിക്കുമ്പോ ഞാനാ വിളിച്ചു വരുന്നത്. അതായത് താഴെ പണിയുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പം അത്രയും ഫാമിലിയോട് ഇഷ്ടമുള്ളൊരു എന്നാൽ അതിന്റെ കൂടെ ഒരു കുറച്ച് നല്ലൊരു കുസൃതിയുള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. എനിക്ക് ഭരതനാട്യത്തിൽ ആ മീൻ എനിക്ക് എന്തിനാണ് കഞ്ഞി, അച്ഛന് കൊടുക്കണേ എനിക്ക് എന്തിനാ കഞ്ഞി വറുത്തത് എനിക്ക് കൊണ്ടുവന്നോളൂ. അച്ഛനല്ലേ അസുഖം. എല്ലാ ദിവസം അവിടെ ഇരിക്കുമ്പോ ഈ പപ്പടവും കഞ്ഞി മാത്രം സീനുണ്ടല്ലോ, നല്ല രസം കേട്ടോ. അതായത് ആദ്യം കഴിക്കുന്നു, പപ്പടം പൊട്ടിക്കുന്നു, വീട്ടിൽ നിന്ന് സൈജേട്ടൻ കൊണ്ടുവരുന്നു, കഞ്ഞി കൊണ്ടുവരുന്നു. ആ ഒരു സീൻ കുറച്ചു നേരം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഭരതനാട്യത്തിൽ. ആ ഒരു ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു. ഈ സിനിമയിൽ വരുമ്പോഴേ ഫസ്റ്റ് എന്താ സായിച്ചേട്ടൻ്റെ ക്യാരക്ടറിൽ ഒരു തേങ്ങ തലയിൽ വീണാണല്ലോ മരിക്കുന്നത്. പക്ഷെ ഇപ്പൊ കുറേ ട്രോളാണെന്നറിയില്ല, കുറെ മെസ്സേജുകൾ വരുന്നുണ്ട് കർമ്മയാണ് ഇതില് തലയ്ക്ക് നാളികേരം അടിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. ദാസൻ പോലും അത് വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ദാസനോട് അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചില്ല ഇൻഫാക്ട്. കാരണം പിന്നെ നമ്മളത് അതിലേക്ക് നമ്മൾ പോയില്ല. ഞാനും കണ്ടു കുറെ ട്രോളുകൾ, ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ വരുന്നുണ്ട് ഇത് അച്ഛൻ ചെയ്ത്, അതായത് ഇങ്ങനത്തെ വഴിപാടുണ്ടാക്കി വെച്ചതിന്റെ കർമ്മയാണ് എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഇതിലും പറയുന്നത് സ്വാതിയുടെ ക്യാരക്ടർ പറയുന്നുണ്ടല്ലോ ഗോപൻ,
അച്ഛന്റെ അമ്പലമായിരുന്നെങ്കിൽ കുറയ്ക്കായിരുന്നു അതെ. ഇത് വഴിപാടുകൾ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, കുറെ ഫാമിലി പരമായിട്ടുള്ള കാര്യം പറയുന്നത് കൂടെ തന്നെ ഈ നാട്ടിലൊക്കെ നടക്കുന്ന കുറെ കള്ളസ്വാമി അല്ലെങ്കിൽ അമ്പലങ്ങൾ പണിയുന്നു, അല്ലെങ്കിൽ കുറെ മതത്തിന്റെ പേരിൽ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതായത് കള്ളത്തരം കാണിച്ച് എങ്ങനെയെങ്കിലും എന്താ പറയാ അമ്പലം നടത്താം. ഏറ്റവും നമ്മുടെ നാട്ടിൽ ഏറ്റവും നന്നായി വിറ്റുപോകുന്ന കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് മതം. അതെ, ഉറപ്പാണ്. എല്ലാവരുടെയും മതവിശ്വാസങ്ങളെ വ്രണപ്പെടുത്താതെ ഞാൻ പറയുവാണ്, വിശ്വാസങ്ങൾ എല്ലാവർക്കും പക്ഷെ നന്നായിട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട് പലരും ഈ ദൈവത്തിനെ വെച്ചിട്ട്. അതേപോലെയാണ് ആശുപത്രികളും സ്കൂളുകളും ഒക്കെ. അപ്പൊ അത് നമ്മൾ തുറന്നു കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. വിശ്വാസമൊക്കെ നല്ലതാണ്, നമുക്ക് ദൈവത്തിന് വിശ്വാസം. പക്ഷെ ഇത്രയും വഴിപാട് ചെയ്ത് ആളുകളുടെ തല തല്ലി പൊട്ടിച്ചും തീയിൽ ചവിട്ടിയും അതുപോലെ ശൂലം കുത്തിയും മാത്രമേ നമുക്ക് കാര്യങ്ങൾ നേടാൻ പറ്റുള്ളൂ. ഞാനും അതിനൊക്കെ എതിരാട്ടോ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണത്. എനിക്ക് തോന്നുന്നു ആ ചവിട്ടി പോകുന്ന സീനിൽ കൃഷ്ണദാസ് അഭിനയിച്ചിട്ടുണ്ടെന്ന്. എനിക്ക് തോന്നുന്നു അത് ആ സീനൊക്കെ കാണിക്കുന്നുണ്ടല്ലോ എന്തൊക്കെ. അത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ തലയിൽ ഇതാക്കുന്നത്, നമ്മളെവിടെ കാണാത്ത ഒരു ആചാരൊക്കെയാണ്. നമ്മള് അതില് വിനയ് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ലാസ്റ്റ്, മുണ്ടുടുത്ത് അല്ലെ അകത്ത് കയറാൻ പറ്റുള്ളൂ എന്ന് പറയുമല്ലോ. അപ്പൊ സ്ട്രിക്ട് റൂൾസ് എന്ന് പറയും. പൊട്ടമ്പലം, അതായത് ആളുകൾ ഉണ്ടാക്കിയ അമ്പലം ആണെങ്കിൽ പോലും റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റാ എന്നുള്ളത്. നമ്മളുടെ ചുറ്റിനും നടക്കുന്ന പല സ്ഥലങ്ങളിലും, അമ്പലം മാത്രമല്ല പല മതപരമായ ആശ്രമങ്ങളാണെങ്കിലും വേറെ ഏത് മതത്തിലാണെങ്കിലും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതെ, അല്ല അതില് എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആവുന്ന സമയത്ത് അച്ഛൻ ചെയ്ത കാര്യം തന്നെ മകനും ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ട്. ഭണ്ഡാരത്തിന് പൈസ എടുക്കുന്നു. അല്ല, ഓരോ സീൻ വെച്ച് നോക്കുമ്പോണ്ടല്ലോ നമുക്ക് ചിരിക്കാൻ, അത് ഒരു മിനിറ്റ് നേരം വരെ നമുക്കത് ആലോചിച്ചിരിക്കാനുള്ള ഒരു നേരമില്ല. നമുക്ക് ഒരു അവസാനം വരെ ബോറടിക്കാതിരുന്ന ഒരു സിനിമ തന്നെയായിരുന്നു കേട്ടോ. അതുപോലെ ബേബി ജീന്റെ ക്യാരക്ടർ, നമ്മള് ഇപ്പൊ നിങ്ങളൊക്കെ ഇത്രയും സിനിമ ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്, പക്ഷെ ബേബി ജി എന്ന് പറയുമ്പോൾ ജിങ്കാനയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇത്രയും അതൊരു നാട്ടിൻപുറത്തൊരു കഥാപാത്ര. അപ്പൊ ആളുടെ ഒരു ആക്ടിങ് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടാവല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു? ബേബി ഒരു നല്ല നടനാ. കാര്യം റാപ്പറൊക്കെയാണ്, ശരിയാണ്. പക്ഷെ നല്ലൊരു റാപ്പർ ആണെങ്കിലും ആ റാപ്പറിന്റെ ഉള്ളിൽ നല്ലൊരു നടനുണ്ടെന്ന് മനസ്സിലാക്കി കൊടുത്തത് എനിക്ക് തോന്നുന്നു ദാസനായിരിക്കും. കാരണം ബേബിയെ കാസ്റ്റ് ചെയ്തപ്പോ തന്നെ ഈ ദാസൻ പറഞ്ഞൊരു കാര്യമാണ്, ഇവനെന്താണ് ഈ കുടുംബത്തിൽ കാര്യം എന്നുള്ളൊരു സാധനം ആൾക്കാർ ചിന്തിക്കും. കാരണം ബേബി എൻറ്റയർലി ഡിഫറെന്റ് അല്ലേ, പുള്ളിയുടെ ആറ്റിറ്റ്യൂഡും വേ ഓഫ് ഡ്രസ്സിങ്ങും സ്റ്റൈലും ഒക്കെ. അല്ല, ഇതിലേക്ക് വന്നപ്പോ ആള് ഭയങ്കരമായിട്ട് മാറി, ഒരു മേക്ക് ഓവർ തന്നെ ഉണ്ടായി. അപ്പം ബേബിയോട് നമ്മൾ സംസാരിക്കുമ്പോ പറഞ്ഞു, ഞാൻ നാട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് ചേച്ചി, ആ ഒരു വിളിയുണ്ടല്ലോ, ഞാൻ മുണ്ടൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. പുള്ളി രസമായിരുന്നു. നമ്മൾ തന്നെ അതിശയിച്ചു, ഇത്രയും നന്നായിട്ട് ചെയ്തോ ഇവൻ എന്നുള്ളത്. കാരണം ഔട്ട് വന്നപ്പം ഗംഭീരമായിട്ട് അഭിനയിച്ചു ഇല്ലെന്നല്ല, പക്ഷെ സിനിമയിൽ കണ്ടപ്പോ ഭയങ്കര രസമായിരുന്നു. അത് ഓരോ നോട്ടങ്ങളൊക്കെ ഉണ്ട്. ആ രാത്രി നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ ഒരു നോട്ടുണ്ട് എല്ലാ സീനിലും വന്നിട്ടൊരു. ഞാനത് ബേബിയോട് തന്നെ പറഞ്ഞു, നിന്റെ കണ്ണ് വെച്ചിട്ട് കുറെ പരിപാടികൾ നീ ചെയ്തിട്ടുണ്ട്, അത് ഗംഭീരായി ഞാൻ ബേബിയോട് പറഞ്ഞായിരുന്നു. ശരിക്കും അവന്റെ കണ്ണ് വെച്ചിട്ടുള്ള പരിപാടികൾ നന്നായിട്ട് വർക്കായി. അത് ആ ബോഡി കളയാൻ പോകുന്ന സമയത്തൊക്കെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പതുങ്ങിയിരുന്ന സീനൊക്കെ അടിപൊളിയായിരുന്നു. എന്തായാലും ഭയങ്കര എല്ലാവർക്കും ഹിറ്റ് എന്നുള്ളതിന് ഉപരി എല്ലാവരും മനസ്സിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ മോഹിനിയാട്ടം. അതാണ് എന്റെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറയണത്. അതാ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ ചിന്തിക്കും, ഞാൻ ചിന്തിക്കുന്നത് നല്ല സിനിമകൾ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ കുറെ 10-100 സിനിമകൾ ചെയ്യുന്നതിനേക്കാൾ 1-2 സിനിമകൾ നല്ലത് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ ഭാഗ്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല 3 സിനിമകൾ എങ്കിലും, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടില്ല എന്നല്ല, എല്ലാ സിനിമകളും നല്ലതാ. ആളുകൾ എന്നോട് പറയുന്നത്, ദിവ്യ ഈ 3 സിനിമയിൽ നന്നായിരുന്നു എന്ന് വിളിച്ചു പറയുന്നുണ്ട്, അതൊരു വലിയ ഭാഗ്യം. അത് ഭീമന്റെ വഴിയും ഭരതനാട്യം മോഹിനിയാട്ടമാണ്. ബാക്കി സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ആൾക്കാർ പറയുമെങ്കിൽ പോലും ഇത് 3ഉം ഒരു ത്രൂ ഔട്ട് വേഷവും ആളുകൾ റെക്കഗ്നൈസ് ചെയ്ത് എനിക്ക് കോൾസും മെസ്സേജസും വന്നത് ഇതിന് 3. അല്ല, അത് ഞാൻ പറയാൻ വരായിരുന്നു. എനിക്ക് ഭീമന്റെ വഴി ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു സിനിമ. അതിൽ ഓരോ കഥാപാത്രങ്ങളുണ്ടല്ലോ, അത് ശരിക്കും റീത്ത എന്നുള്ള ഒരു കഥാപാത്രം മനസ്സിലെപ്പോഴും അല്ല ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായിട്ടും. ആ കഥാപാത്രത്തെ പറ്റിട്ടൊന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റുമോ? റീത്ത ഞാൻ മരിക്കുന്നത് വരെ എന്റെ മനസ്സിലുള്ള ഒരു കഥാപാത്രം. കാരണം എന്നിലൊരു ഇത്രയും നല്ലൊരു കഥാപാത്രം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ചെമ്പൻ ചേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ചെമ്പൻ ചേട്ടൻ അത് എഴുതിയപ്പോ എന്നെ മനസ്സിൽ വെച്ചിട്ട് എഴുതി എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പം അതൊക്കെ ഒരു ഭാഗ്യമല്ലേ നമുക്ക്, ഇത്രയും വലിയൊരു ത്രൂ ഔട്ട് വേഷം, അതിൽ ഇത്രയും സ്ത്രീകളുണ്ടെങ്കിലും എന്റെ കഥാപാത്രമാണ് അതിൽ കുറെ കൂടെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രം. അപ്പൊ അത് എനിക്കത് എടുക്കാൻ പറ്റും. എത്ര ചെറിയൊരു കഥാപാത്രം അല്ലല്ലോ, അതെനിക്ക് എടുക്കാൻ പറ്റും, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് പുള്ളിക്ക് തോന്നിയതും അത് എഴുതാൻ പുള്ളിയെ കൊണ്ട് ദൈവം പ്രേരിപ്പിച്ചതും ഒക്കെ
ഒരു ഭാഗ്യമാണ്. അത് ഇന്നും എൻ്റെ ജീവിതത്തിൽ എൻ്റെ നാഴികക്കല്ലെന്നൊക്കെ പറയില്ലേ. അല്ല നമ്മളിപ്പോ ഇപ്പൊ ഭരതനാട്യം മോഹിനിയാട്ടം പോലെ തന്നെ നമ്മൾ ഇനിയിപ്പോ എത്ര കാലം കഴിഞ്ഞാലും ആളുകള് അഹോ ഇതിൽ അഭിനയിച്ച ആളല്ലേ എന്ന് പറയുന്ന ഒരു റെക്കഗ്നീഷൻ കിട്ടുന്നത് തീർച്ചയായിട്ടും എല്ലാ കുറെ സിനിമ ചെയ്യുന്നേക്കാട്ടും കൂടുതലാണ്. അതേ നേരത്തെ പറഞ്ഞ ആളുകൾ ഇനി എവിടെ കണ്ടാലും ഇവർ ഏതാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാം. സി നിങ്ങൾ ഭീമന്റെ വഴിയും ഇപ്പം ഓഫ് കോഴ്സ് പറയേണ്ട ഭരതനാട്യത്തെക്കാൾ ഉപരി ആവശ്യമില്ലായിരിക്കും. മോഹിനിയാട്ടം എന്ന് പറയാം. അതെ. അതൊരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു ഒരു അല്ല ചേച്ചിക്ക് പറയേണ്ട ആവശ്യം വരില്ല. അതായത് അവര് തന്നെ പറയും ഇത് അഭിനയിച്ച ആളല്ലേ എന്ന് പറയും. നമ്മൾ പ്രൂവ് ചെയ്യാൻ കിട്ടിയൊരു അവസരമാണ്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും, ഈ ആർട്ടിസ്റ്റിന് ഇത് ചെയ്യാൻ പറ്റും. കാരണം റീത്തേ അല്ല മോഹിനിയാട്ടത്തിലെയും ഭരതനാട്യത്തിലെയും ശാന്തി അല്ല, രണ്ടും രണ്ടാ. റീത്ത കുറച്ചുകൂടെ ബോൾഡ് ആയിട്ട് കുറച്ച് ഒരു നാടിനെ മൊത്തം നോക്കുന്ന ഒരു കൗൺസിലറാ. ശാന്തി വീട്ടിലെ കാര്യങ്ങൾ നോക്കി നടക്കുന്ന ഒരു സ്ത്രീയാ. അപ്പം രണ്ടും രണ്ടാണ്. അപ്പൊ എന്നെ പോലൊരു ആർട്ടിസ്റ്റിന് ഇത്രയും വേഴ്സറ്റൈൽ ആയിട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ പറ്റിയൊരു അവസരങ്ങളാണ്. പക്ഷെ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ധാരണകൾ എനിക്ക് തോന്നിയത് സംസാരിച്ചപ്പോൾ. അപ്പൊ ശരിക്കും എങ്ങനത്തെ തരത്തിലുള്ള കഥാപാത്രങ്ങൾ കൂടുതൽ എനിക്ക് ആപ്റ്റ് ആണെന്ന് എപ്പോഴും തോന്നിയിട്ടുള്ളത്? എന്നെ തേടി വന്നേക്കുന്നതെല്ലാം ബോൾഡ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതലും. പൊതുവെ ബേസിക്കലി ഞാൻ അങ്ങനെ ഒരു അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ഒരാളാണ്, മേ ബി അതുകൊണ്ടായിരിക്കാം. അല്ലാതെ ഇപ്പം ഡർബി എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തു. ഡർബിയില് 5 ആൺകുട്ടികളുടെ കഥയാ. അപ്പൊ അതിലൊരു പയ്യന്റെ അമ്മയായിട്ടാ. അതൊരു പാവം അമ്മയാ. ഇവൻ ഹോസ്പിറ്റലൈസ്ഡ് ആവും, അപ്പോഴൊക്കെ ഇങ്ങനെ കരയുന്നപ്പം അത് ഈ കണ്ടതൊന്നുമല്ല. അത് ഭയങ്കര പാവം അമ്മയാ. അപ്പം അതും ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇന്ന കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അങ്ങനെയല്ല. എനിക്ക് ഞാൻ ചെയ്യാത്തത് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പുതിയ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്. അതിൽ തന്നെ മറ്റേ ഭീമന്റെ വഴിയിൽ തന്നെ ചവിട്ടി കൊട്ടുന്നുണ്ട്. ഞാൻ ഈ സത്യം പറഞ്ഞ ഇന്നും കൂടി ഞാൻ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആ സീൻ ഒന്നുകൂടി എടുത്ത് കണ്ടായിരുന്നു. ശരിക്കും നല്ലൊരു ചവിട്ടുന്നത്. അതിന് മുൻപ് എടുത്തെറിയുന്നു. സ്ത്രീകൾക്ക് ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം, അല്ലെങ്കിൽ അവർക്ക് അധികം പ്രാധാന്യം കൊടുത്തുള്ള സിനിമ കൂടിയായിരുന്നു അത്. തീർച്ചയായിട്ടും അതെ. ഭീമന്റെ വഴിയുടെ എഴുത്ത് മൊത്തത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ സ്ത്രീകളെയാണ് കൂടുതലും ഫോക്കസ് ചെയ്ത്. അതായത് ചെമ്മഞ്ചേട്ടൻ എഴുതിയപ്പോഴും അഷ്റഫ് ഹംസയാണ് ഡയറക്ടർ. അഷ്റഫൊക്കെ ഡയറക്ട് ചെയ്തപ്പോഴും സ്ത്രീകളാണ് മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നത്. അവര് ഇൻ പേഴ്സണലും അവരങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് അവര്. സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകൾ മുന്നോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന പുരുഷന്മാരാണ് ഇവർ രണ്ടുപേരും. മേ ബി അതായിരിക്കാം അവരുടെ എഴുത്തിലും സിനിമയിലും കാണുന്നത്. അതെ, അത് നമ്മള് സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അല്ല, അത് സ്ത്രീകൾ തന്നെ ഇപ്പൊ എത്രയോ നല്ല നല്ല കഥാപാത്രങ്ങൾ വരണല്ലോ. പണ്ടും നമ്മള് ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ കണ്ടിട്ടുണ്ട്, സ്ത്രീ കഥാപാത്രങ്ങൾ. അപ്പൊ അതിലൊരു സിനിമ തന്നെയായിരുന്നു ഭീമന്റെ വഴി. നല്ലൊരു സിനിമയായിരുന്നു. ഹീറോയിൻ ഒന്നും അല്ലെങ്കിലും സിനിമയിൽ ത്രൂ ഔട്ട് വേഷം ചെയ്യാൻ പറ്റുക, അതില് അതിലെ ഹീറോയിനേക്കാൾ കൂടുതൽ ആളുകൾ പറയുന്നൊരു കഥാപാത്രം എന്റെ ആവുക എന്നൊക്കെ പറയുന്നത് നമ്മളുടെ എന്തോ ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായിട്ടാണ്. നമ്മുടെ എപ്പോഴും ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഉള്ളിൽ എപ്പോഴും അല്ല ഇരിക്കുന്ന ഒരു കഥാപാത്രം തന്നെയായിരിക്കും. ഇനിയിപ്പോ ഇതും അങ്ങനെയായിരിക്കും അല്ലെ. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു സിനിമയിലോട്ട് ആങ്കറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പല സീരിയലിൽ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ ഒരു സിനിമ മേഖലയിലോട്ടൊക്കെ വരുന്നത്? ഞാൻ ആങ്കർ ആയിരുന്നു ആദ്യം. ആങ്കറിംഗ് ചെയ്ത് കുറെ നാൾ കഴിഞ്ഞപ്പോൾ റേഡിയോ ജോക്കി ആയിട്ട് ഒരു 6 ഇയേഴ്സോളം വർക്ക് ചെയ്തു. റേഡിയോ ജോക്കി പരിപാടി അവസാനിപ്പിച്ചപ്പോൾ ഡബിങ്ങിലേക്ക് തിരിഞ്ഞു. 200-250 സിനിമയ്ക്ക് മേളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഡബിങ് കഴിഞ്ഞപ്പം ചെറിയ ആഡ് ഫിലിംസിലൊക്കെ അഭിനയിച്ചു. അങ്ങനെയാണ് സിനിമ ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് സിനിമയിലേക്ക് അവസരങ്ങൾ വന്നത്. നമുക്ക് കോൺഫിഡൻസ് ഇല്ലായിരുന്നു, അഭിനയിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഒരുപാട് ഡയറക്ടേഴ്സ്, അനിൽ രാധാകൃഷ്ണ മേനോൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് തനിക്ക് ചെയ്യാൻ പറ്റും. അവർ ഡയറക്ടേഴ്സിന് കാണുമ്പോൾ മേ ബി ഡബ് ചെയ്യുന്നോണ്ടായിരിക്കാം അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും നമുക്കൊരു ധൈര്യമില്ല. അങ്ങനെയാണ് ബൈസിക്കിൾ തീവ്സ്, ജിസ് ജോയുടെ ബൈസിക്കിൾ തീവ്സിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഇങ്ങോട്ട് ഒരുപാട് ഓഫേഴ്സ്, ഇങ്ങനെ പലരും ചെറിയ വേഷങ്ങളായിരുന്നു കേട്ടോ ആദ്യമൊക്കെ ചെയ്തിരുന്നത്. അങ്ങനെ വന്നു. അപ്പം ഓക്കെ, ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാകുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് പിന്നെ കുറച്ച് സീരിയൽസ് ചെയ്തു. അതിനുശേഷം അപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു തുടങ്ങി. ഓക്കെ, വലിയ തരക്കേടില്ലാണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളത്. അങ്ങനെയാണ് പിന്നെ. അപ്പൊ ചെറുപ്പത്തിൽ തൊട്ട് ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്കൊരു ഈ ഒരു മീഡിയ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മേഖലയിലോട്ട് വരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ? അങ്ങനത്തെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ചാനൽസ് ഒക്കെ തുടങ്ങിയതും അങ്ങനത്തെ ഒരു ബൂം വന്നത്. അപ്പം അന്ന് ആങ്കർ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു.
അങ്ങനെയാണ് തുടങ്ങിയത്. സ്കൂൾ കാലഘട്ടത്തിൽ ആങ്കറിങ് ചെയ്ത് അങ്ങനെ സിനിമാ നടി ആവണമെന്നൊന്നും എൻ്റെ ജീവിതത്തിലേ ഉണ്ടായിരുന്നില്ല. നമ്മൾ പറയില്ല ഇതെന്റെ ആഗ്രഹം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ദൈവത്തിനാണ് അതെ. കാരണം എൻ്റെ വീട്ടിൽ സിനിമയിലൊന്നും അഭിനയിക്കാനൊന്നും വിടില്ലായിരുന്നു. കുഞ്ഞിലേക്ക് പറയുമല്ലോ. അച്ഛൻ ബാങ്കിലായിരുന്നു. അപ്പം അച്ഛന് ഞാൻ അങ്ങനെ ബാങ്കില് അങ്ങനത്തെ ഒരു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നല്ലോ, ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ബാങ്കിൽ ജോലി എല്ലാവർക്കും അങ്ങനെ. അപ്പം അത് വീട്ടിൽ സിനിമ അഭിനയം എന്നൊക്കെ പറഞ്ഞാൽ ഓടിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ കണ്ടില്ലേ ദൈവത്തിന്റെ ഓരോ കളി, കറങ്ങി തിരിഞ്ഞ് ഇതിലേക്ക് തന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആളുകളുടെ കുട്ടികളുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് ചിലപ്പോ സിനിമയിലോട്ട് വരാൻ വേണ്ടിയിട്ടായിരിക്കും ഇതൊക്കെ, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര സപ്പോർട്ടുള്ള ഒരു ഇതാ. ഇപ്പൊ പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, കുറെ സ്ട്രഗിൾ ചെയ്തിട്ട്. എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയണത് ഞാൻ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നില്ല. എന്നുവെച്ചാൽ ഞാനിപ്പോ എങ്ങും എത്തിയിട്ടില്ല, അത് വേറൊരു വശം. പറയരുത്. അല്ല, എന്നാലും ഞാൻ ഒരാളുടെ അടുത്തും അങ്ങോട്ട് ചാൻസ് ചോദിച്ചു പോകേണ്ടി വന്നിട്ടില്ല. എല്ലാം എന്തോ ദൈവം എൻ്റെ കയ്യിലേക്ക് കൊണ്ടു തന്ന പോലെ എനിക്ക് തോന്നുന്നത്. അപ്പം അതെൻ്റെ ഒരു വലിയ ഭാഗ്യം. ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവസരം കിട്ടാതെ പോകുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സാഡ് ആയിട്ടുള്ള കാര്യം, ഭയങ്കര എന്താ പറയാ, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. അല്ല, അതൊക്കെ ഭാഗ്യമാണ്. പക്ഷെ അവർക്ക് ചേച്ചിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു കഴിവുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണല്ലോ ഇത്രയും സിനിമ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഉള്ളിലെ കഴിവുണ്ടെന്ന് അവർക്ക് മനസ്സിലാകണമെങ്കിൽ അതിനും ഒരു ഭാഗ്യം വേണം. ഇതൊന്നും നമ്മുടെ കയ്യിലല്ല. അപ്പൊ ഈ ഡബിങ് അതുപോലെ തന്നെ ഈ ആങ്കറിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് സിനിമ ചെയ്തപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? ആദ്യമായിട്ട് നമ്മളൊരു ക്യാമറയുടെ മുന്നിൽ ഒരു ഷോട്ട് വെക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എട്ടും പൊട്ടും തിരിയാണ്ടല്ലേ പോയത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അയ്യോ ഞാൻ അഭിനയിക്കുവാണല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ഈസി ആയിരുന്നു. പിന്നെ ക്യാമറയോട് എനിക്ക് പണ്ടേ ഭയമില്ലല്ലോ, ഞാൻ ആങ്കർ ചെയ്യുന്നതുകൊണ്ട് ക്യാമറ പേടിയൊന്നുമില്ല. പിന്നെ നമുക്കറിയാം നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയിൽ നോക്കരുത്, പിന്നെ നമ്മളെവിടെയാണ്, നമ്മുടെ പൊസിഷൻ എവിടെയായിരിക്കണം, ലൈറ്റൊക്കെ കുറെയൊക്കെ നമ്മളങ്ങനെ പഠിച്ചു, കുറെ ഓരോന്നും ചെയ്ത്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കാൻ ചെന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഭയമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആസിഫ് ആയിരുന്നു ഹീറോ, ജിസ് ജോയി എനിക്ക് നേരത്തെ മുതലേ അറിയാം. അപ്പൊ എനിക്ക് അങ്ങനെ പേടിക്കേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പിന്നെ പേടി തുടങ്ങിയത് നമ്മൾ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോഴാണ്. സിനിമയെ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ ഒരു ജോബായിട്ട്, നമ്മുടെ ഒരു പാഷൻ ആയിട്ടൊക്കെ മാറിയപ്പോഴാണ് നമുക്കൊരു ടെൻഷൻ. നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആർട്ടിസ്റ്റ്, വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കൊരു ഭയം, അയ്യോ ഞാൻ തെറ്റിച്ചാൽ എങ്ങനെയാ. പിന്നെ മുഴുനീളം ഡയലോഗൊക്കെ കിട്ടുമ്പോ, ഇപ്പം ഭരതനാട്യത്തിലെ തന്നെ ആ വലിയ ഡയലോഗ് അല്ലേ അത്, നിന്റെ മോന്ത പിടിച്ച് വരയ്ക്കണം എന്ന് പറയുന്ന സീനിൽ, അപ്പൊ അത്രയും വലിയ ഡയലോഗ്സ് ഒക്കെ കിട്ടുമ്പോ ഇത് മുഴുവനും ഞാൻ പറഞ്ഞു തീർക്കാൻ പറ്റുമോ എനിക്ക്, അങ്ങനത്തെ ഒരു ടെൻഷൻ വരും നമുക്ക്. സാധാരണ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ടേക്ക് ഒക്കെ കൂടുതൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്നത് പൊതുവെ ഒരു ടെൻഷൻ വരുമായിരിക്കും, എങ്ങനെയായിരിക്കും കൂടുതൽ പോയാൽ നമുക്ക് ടെൻഷൻ വരും. കാരണം പ്രത്യേകിച്ച് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ ഒരുപാട് ടേക്കൊന്നും ബുദ്ധിമുട്ടിച്ച് ടേക്കൊന്നും പോയിട്ടില്ല. ഞാൻ ആകെ ഭീമന്റെ വഴിയിലാണ് ഒരു സീനിൽ ഒത്തിരി ടേക്സ് പോയതും അതിന് എനിക്ക് നല്ല വഴക്ക് കിട്ടുകയും ചെയ്തിരുന്നു. വേറെ ഒന്നിലും അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് നമ്മളൊരു സിനിമയിൽ ചെയ്യുമ്പോഴേ നമ്മളിപ്പോ ഒരു പിന്തിരിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നന്നായി ചെയ്യാമായിരുന്നു തോന്നിയിട്ടുണ്ടോ കുറെ കഥാപാത്രങ്ങളൊക്കെ സിനിമയിൽ? എല്ലാം ചെയ്യുമ്പോ നമ്മൾ ഓർക്കും അത് കുറച്ചുകൂടി ഇങ്ങനെ ചെയ്യായിരുന്നല്ലേ എന്നൊക്കെ ചിന്തിക്കും. പിന്നെ അത് ഞാൻ പിന്നെ മോണിറ്ററിന്റെ പുറകെ പോകുന്ന ഒരാളല്ല. എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാ. എല്ലാവരും അല്ല, കുറെ പേരൊക്കെ നമ്മൾ അഭിനയിച്ച ഒരു സീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ മോണിറ്ററിന്റെ പുറകിൽ പോയിട്ട് ഞാൻ നന്നായി ചെയ്തു എന്ന് നോക്കുന്നത്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം നമുക്ക് തന്നെ നമ്മളെ വിലയിരുത്താം. പക്ഷെ എനിക്ക് എന്തോ കാരണം ഞാൻ ഓക്കെ ആണെങ്കിൽ ഡയറക്ടർ പറയുമല്ലോ, അദ്ദേഹമാണല്ലോ തീരുമാനിക്കേണ്ടത് ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ ഗംഭീരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും. പക്ഷെ അത് ചിലപ്പോ ഡയറക്ടർക്ക് അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം ഞാൻ വിചാരിക്കും അവര് തന്നെ ഒരു കോൾ എടുക്കട്ടെ. നമ്മള് അഭിനയിച്ചു, നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ മാറിയുന്നു, ഡയറക്ടർ നോക്കിയിട്ട് 1 മോറോ അല്ലെങ്കിൽ ഓക്കെ എന്നോ പറയുമ്പോൾ ഓക്കെ ഫൈൻ, അതനുസരിച്ച് ചെയ്യാം. അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അല്ലാതെ ഇതിങ്ങനെ ചെയ്യാല്ലേ എന്നും പറഞ്ഞ് പ്ലാൻ ചെയ്തൊന്നും ഞാൻ പോവില്ല. ഇല്ല, അവിടെ ചെല്ലുന്നു, ഡയറക്ടർ പറയുന്നു, അഭിനയിക്കുന്നു. പക്ഷെ എല്ലാം ചെയ്ത കഥാപാത്രങ്ങളൊക്കെ എല്ലാവരും എനിക്ക് തോന്നുന്നു കഥാപാത്രങ്ങളെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം അതിൽ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ആളുകളുടെ ഉള്ളിൽ എന്നും ഇനി ആ ഒരു കഥാപാത്രം ഒരിക്കലും മറക്കില്ല എന്നേ ഞാൻ പറയുള്ളൂ, ഇനി എത്ര സിനിമ വന്നാലും. പിന്നെ എന്തായാലും ഇതിന്റെ ഒരു അടുത്ത ഫ്രാഞ്ചൈസി 3ാം ഭാഗമൊക്കെ ഉണ്ടാവോ? അങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ, സൈജു ആദ്യമേ പറഞ്ഞിരുന്നു ഇത് ഹിറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഇനിയും പ്രൊഡ്യൂസ് ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ ഈ പ്രൊഡ്യൂസർ ഉടുപ്പ് മാറ്റിവെക്കും. അപ്പൊ നന്ദുചേട്ടൻ കളിയാക്കും, അത് വേണ്ട ഡ്രൈ ക്ലീൻ ചെയ്ത് വെച്ചോ, നമുക്ക് ഇനി ആവശ്യം വരും, കാരണം ഇത് ഹിറ്റ് ആവും എന്നുള്ള രീതിയിൽ. തേർഡ് പാർട്ട് വേണമെന്ന് നമ്മൾ തിയേറ്റർ വിസിറ്റ്സിനൊക്കെ പോയപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു നിങ്ങൾക്ക് തേർഡ് പാർട്ട് വേണം. അപ്പൊ എല്ലാ ആൾക്കാരും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി തേർഡ് പാർട്ട് ഉണ്ടോ, തേർഡ് പാർട്ട്. അപ്പൊ ഡെഫിനറ്റ്ലി ഉണ്ടാകും എന്നാണ് ഇപ്പൊ നിലവിൽ സൈജുവും ദാസനും പറഞ്ഞത്. പക്ഷെ ഉടനെ അല്ല, എന്തായാലും അതിന് ടൈം എടുക്കുമല്ലോ.
ഉണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതെ. ഉണ്ടാവട്ടെ. എന്തായാലും ഈ കുടുംബത്തിനെ എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനിയും അടുത്ത അടുത്ത ഭാഗങ്ങളിലൊക്കെ ഈ കുടുംബത്തെ ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ചേച്ചി വളരെയധികം നന്ദി. ഇത്ര നേരം കുറെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു സിനിമയെ പറ്റിയിട്ടും. ഇത്രയും നല്ലൊരു സിനിമ തന്നതിന് വളരെയധികം നന്ദി. അപ്പൊ എല്ലാവിധ ആശംസകളും. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിൽ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു സോ വളരെയധികം മച്ച്. നന്ദി. ഇതുപോലെ ഒരു നല്ല സിനിമ ഞങ്ങൾക്കും തന്നതിന് ദാസനോടും സൈജുവിനോടും തോമസ് തിരുവല്ലയോടും എനിക്കും ഒത്തിരി നന്ദിയുണ്ട്. അതിനൊക്കെ ഉപരിയായിട്ട് ദൈവമാണ് നമ്മൾ ഇതൊക്കെ വഴി കാണിച്ചു തരുന്നത്. അപ്പൊ എല്ലാത്തിനും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.